ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൊയിലാണ്ടി ഷോപ്പിങ്ങിൽ നിന്നാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകുന്നത്. ഫസ്റ്റത്തെ ദിവസം നല്ല മഴ ആയത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷോപ്പിങ്ങിൻ്റെ സമയത്ത് 2 പർദ്ദയും പിന്നെ മക്കൾക്കുള്ള ഡ്രസ്സുമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു പർദ്ദ റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അത് റിട്ടേണിൻ്റെ കൗണ്ടറിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഷോപ്പിങ്ങിന് പോവാം. ഇന്ന് ഞാൻ എടുക്കുന്നത് എനിക്കൊരു ചുരിദാറും ഉമ്മാക്കൊരു പർദ്ദയാണ് കേട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് തന്നെ പർദ്ദയാണ് കേട്ടോ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ഈ ഒരു പർദ്ദയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയം വീഡിയോ എടുക്കാനോ ഒന്നും ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഈ ഒരു വീഡിയോയിലുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഉമ്മാക്കുള്ള പർദ്ദയുടെ ഷോള് നോക്കാൻ പോവാണ്. എനിക്ക് അധികവും ഈ ഒരു ലൈറ്റ് പീച്ച് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ആ ഒരു ഷോളിനോടായിരിക്കും എപ്പോഴും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഷോൾ എടുത്തിരിക്കുന്നത്. ഇതൊരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ഇനി നമുക്ക് ചുരിദാർ സെലക്ട് ചെയ്യാൻ പോവാം. ഒരുപാട് ചുരിദാർ കളക്ഷൻസ് ഉണ്ട് അവിടെ. എനിക്ക് ഈ ഒരു ബ്ലാക്ക് ചുരിദാറാണ് കേട്ടോ എനിക്കിഷ്ടമായിട്ടുള്ളത്. അപ്പം ഞാൻ ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് എടുക്കണോ വൈറ്റ് എടുക്കണോ എന്നുള്ള സംശയത്തിൽ ലാസ്റ്റ് ബ്ലാക്ക് തന്നെ എടുത്തു. ബ്ലാക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കളർ കൂടിയാണ്. ഈ ഒരു സമയത്താണ് ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ഒരു പർദ്ദ കൂടി നീ എടുത്തോ, അതുകൂടി വാങ്ങിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പർദ്ദ കൂടി കുറച്ച് ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പർദ്ദയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഈ ഒരു പർദ്ദയാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്ത് ഓരോ പർദ്ദ കാണുമ്പോൾ നമുക്ക് ഏതാ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ലാസ്റ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു പർദ്ദയാണ് കേട്ടോ. ഈ ഒരു പർദ്ദ സെലക്ട് ചെയ്തു. അതിന് മാച്ചായിട്ടുള്ള ഒരു ഷോളും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടവലൊക്കെ വാങ്ങി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ഷോപ്പിങ്ങിൻ്റെ അന്നേരം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുള്ള ആ ഒരു സ്ലിപ്പും ആ ഒരു കാർഡും ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്ലിപ്പ് തരും കേട്ടോ. ഈ ഒരു കാർഡും താഴെ ബില്ലിങ്ങിൽ കൊടുത്തതിന് ശേഷം പേ ചെയ്ത് നമുക്ക് ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം കേട്ടോ. ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗാണ്. മോൻ്റെ കൂടെ വന്ന സമയത്ത് അവനിഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അതെല്ലാം ഞാൻ ലാസ്റ്റായിട്ട് കാണിക്കാം. ഇപ്പം ബില്ലൊക്കെ പേ ചെയ്ത് ഡ്രസ്സ് കളക്ട് ചെയ്യുകയാണ്. ഈ പ്രാവശ്യത്തെ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയുന്നത് കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഈ ഷോപ്പിങ്ങിൻ്റെ സമയത്ത് വീഡിയോ എടുക്കലും ഷോപ്പ് ചെയ്യലും എല്ലാം കൂടി നടക്കൂല. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗിലുള്ളൂ. അപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് മക്കളെ ഡ്രസ്സും ഉമ്മാൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ. ശോഭിക എന്ന് പറയുന്നത് നമ്മുടെ കൊയിലാണ്ടിയിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഷോപ്പ് തന്നെയാണ്. ഞാൻ അധികവും ഇതിനായാലും വേറെ എന്ത് പരിപാടിക്കായാലും ഡ്രസ്സ് എടുക്കാൻ ശോഭികയിലാണ് വരാറ്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാം. അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. മക്കളെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും എല്ലാം കാണിച്ചു തരാം. ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ പർദ്ദ ഞാൻ എക്സ്ട്രാ ആയിട്ട് അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിലിടാം കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കളർ പർദ്ദയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെത്. ഇനി മക്കളത് ഞാൻ കാണിച്ചു തരാം. മക്കൾക്ക് ജീൻസും പിന്നെ ഹുഡി ടൈപ്പ് ടീഷർട്ടുമാണ് കേട്ടോ. അത് മോൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ അവരുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. ഞാൻ ഇവരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാറില്ല. കൊണ്ടുപോയാൽ അവർക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് അവരെടുക്കാറ്. ഈ ഒരു ഹാഷ് കളർ ടീഷർട്ടും ബ്ലൂ കളർ ജീനുമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2 പേർക്കും സെയിം തന്നെയാണ് കേട്ടോ. ഹുഡി ടൈപ്പാണ്. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ്. അവരെ ഇന്നർവെയർസ് ഒന്നും ഞാൻ ഷോപ്പിങ്ങിൽ നിന്ന് വാങ്ങിയിട്ടില്ലായിരുന്നു. അതെന്നോട് മറന്നു പോയിനും. അപ്പോൾ വരുന്ന വഴിക്ക് വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇന്നർവെയർസൊക്കെ. ഇനി ഇത് എൻ്റെ ബ്ലാക്ക് ചുരിദാർ, ഇത് പർദ്ദ. ഇനി എൻ്റെ ഉമ്മാൻ്റെ
പർദ്ദ കൂടി ഞാൻ കാണിച്ചു തരാം. അത് ബ്ലാക്ക് പർദ്ദയാണ് ഉമ്മാക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ബാപ്പാക്ക് ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അന്ന് ഇടാനുള്ള നൈറ്റിയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. പെരുന്നാളിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.